നമസ്കാരം. വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയാൻ പോകുന്ന നക്ഷത്രം രോഹിണി നക്ഷത്രത്തെക്കുറിച്ചാണ്. ഈ 2025 ഈ നാളുകാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. നല്ല രീതിയിൽ 2024 സംബന്ധിച്ച് 2024 ഒരുപാട് ചെറിയ കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറി ഈ 2025 നേട്ടങ്ങളുടെ സമയമാണ്. എല്ലാം കൊണ്ടും നേട്ടങ്ങളുടെ സമയം തന്നെയാണ്. പുതിയ വീട് വയ്ക്കുന്നതിനകത്താണെങ്കിലും, അല്ലെങ്കിൽ വീടുകൾ പുതുക്കി പണിയുന്നതിനകത്താണെങ്കിലും, പിന്നെ അതേ കണക്ക് തന്നെ വാഹനം മേടിക്കുവാനുള്ള യോഗങ്ങളുണ്ട്. കുടുംബജീവിതമൊക്കെ വളരെ സന്തോഷകരമായിരിക്കും. ബന്ധുജനങ്ങളുമായിട്ടൊക്കെ പിണക്കങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി എല്ലാവരുമായിട്ട് നല്ല സന്തോഷത്തോടു കൂടി കഴിയുവാൻ പറ്റുന്നൊരു മാസമാണ് ജനുവരി, ഫെബ്രുവരി ഈ മാസങ്ങളെല്ലാം. ആത്മീയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കൂടുതൽ കാശൊക്കെ ചിലവാക്കുകയൊക്കെ ചെയ്യും. ആത്മീയ കാര്യങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിൽ ശ്രദ്ധ ചെലുത്തി ക്ഷേത്രങ്ങളിലൊക്കെ പോവുകയും അങ്ങനെയൊക്കെ നല്ല രീതിയിൽ. അതേ കണക്ക് തന്നെ പിന്നെ പറയുവാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്രയവിക്രയങ്ങളിലൊക്കെ നല്ല രീതിയിൽ നേട്ടങ്ങളൊക്കെ കാണപ്പെടുന്നുണ്ട്. ബിസിനസ്സിലൊക്കെ നല്ല രീതിയിൽ പുരോഗതിയൊക്കെ കാണപ്പെടുന്നുണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ ഈ മാർച്ച്, ഏപ്രിൽ മാസത്തിൽ വാഹനയോഗം കാണുന്നുണ്ട്. ജോലി കാര്യത്തിലൊക്കെ പ്രതീക്ഷ നമുക്ക് വർദ്ധിക്കും. കാരണം ജോലിയിലൊക്കെ പ്രമോഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അതേ കണക്ക് തന്നെ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാകാവുന്ന ജോബുകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലികളൊക്കെ പെട്ടെന്ന് കിട്ടാൻ പറ്റുന്നൊരു മാസമാണ് ഈ പറയുന്ന മാർച്ച്, ഏപ്രിലൊക്കെ. വിദ്യാർത്ഥികൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരുവാൻ പറ്റുന്ന ഒരു സമയമാണ് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലൊക്കെ. സഹോദരങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ ചില മനോദുഃഖങ്ങളൊക്കെ ഉണ്ടാകുവാൻ വഴിയുണ്ട്. അതുകണക്ക് തന്നെ വാക്സാമർത്ഥ്യം കൊണ്ട് പല നേട്ടങ്ങളും നമുക്ക് ഉണ്ടാകുവാൻ സാധിക്കുന്നതാണ്. പിന്നെ അതേ കണക്ക് തന്നെ അസാധ്യമെന്ന് തോന്നുന്നതെല്ലാം നിഷ്പ്രയാസം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കടബാധ്യത അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഈ മെയ്, ജൂൺ മാസങ്ങളിലെല്ലാം അടച്ച് ക്ലോസ് ചെയ്യുന്നതാണ്. കാരണം അതിനുള്ള സാമ്പത്തികമൊക്കെ ഭഗവാൻ നിങ്ങൾക്ക് തരുന്നതാണ്. നമ്മളും കൂടെ ശ്രമിക്കണം. ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കടബാധ്യതകളെല്ലാം മാറി നല്ലൊരു നിലയിലോട്ട് നിങ്ങൾക്ക് മെയ്, ജൂൺ മാസങ്ങളിലൊക്കെ പറ്റുന്നതാണ്. മത്സര പരീക്ഷകളിലൊക്കെ നല്ല രീതിയിൽ വിജയം വരിക്കുന്നതാണ്. പിന്നെ അതേ കണക്ക് തന്നെ ആലോചന കൂടാതെയുള്ള പ്രവൃത്തികളിലൊന്നും ചെന്ന് ചാടരുത്. പെട്ടെന്നുള്ള എടുത്തുചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിവെക്കണം. ജീവിതത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്കെല്ലാം മാറുന്നതാണ് ഈ മെയ്, ജൂൺ മാസങ്ങളെല്ലാം. കണക്ക് ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ അതും മെയിനായിട്ട് പറയാനുള്ളത് എടുത്തുചാട്ടമൊക്കെ ഒന്ന് നിർത്തണം. മുൻകോപം നിയന്ത്രിക്കേണ്ടതെന്നുള്ളൊരു സമയം തന്നെയാണ് ആ സമയങ്ങളിലൊക്കെ. അതുകണക്ക് തന്നെ ഷെയർ ബിസിനസ്സിലൊന്നും ചെന്ന് ഏർപ്പെടരുത്. ആ മാസങ്ങളിൽ ഇച്ചിരി ഒന്ന് ശ്രദ്ധിക്കണം. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ചില അപകടങ്ങളിലൊക്കെ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും. എങ്കിലും ചെറിയ വീഴ്ചകളൊന്നും ഉണ്ടാകാതെ രീതിയിൽ ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഒരു സമയമാണ് ഈ പറയുന്ന ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ. പിന്നെ ആ മാസങ്ങളിൽ തന്നെ സന്താനങ്ങളൊക്കെ മൂലം നല്ല രീതിയിൽ സന്തോഷിക്കുവാനുള്ള ഇടയൊക്കെ വരുന്നതായിരിക്കും. പിന്നെ അതേ കണക്ക് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിന് നമ്മൾ ഇച്ചിരി വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ വീട് മാറി ഇച്ചിരി താമസിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വരുന്നതായിട്ടുണ്ട്. വിദേശവാസങ്ങളും പിന്നെ അതേ കണക്ക് തന്നെ സഹോദരങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പണം എത്രയാണെങ്കിലും നമ്മളത് ചെലവഴിക്കുന്ന ഒരു മാസമാണ്. സന്താനങ്ങൾക്ക് കീർത്തിയും ഉയർച്ചയും കാണുന്നുണ്ട്. ശാരീരികവും മാനസികമായ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ മംഗല്യഭാഗ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. വിവാഹം നടക്കാത്തവർക്കൊക്കെ വിവാഹം നടക്കുന്ന ഒരു സമയം തന്നെയാണ് സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലൊക്കെ. വരവ് ചെലവ് കണക്കുകൾക്ക് പൊരുത്തപ്പെട്ടു പോകുവാൻ നന്നേ പ്രയാസപ്പെടേണ്ടി വരുന്നൊരു സമയമാണ് സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലൊക്കെ. ഇച്ചിരി അപവാദങ്ങൾ മൂലമൊക്കെ കുടുംബജീവിതമൊക്കെ ഒരു അലസോസതൊക്കെ ഉണ്ടാകുന്നതാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം.
സ്വന്തം ഉത്തരവാദിത്തങ്ങളൊന്നും അന്യരെ ഏൽപ്പിക്കരുത്. അതെല്ലാം നമ്മൾ തന്നെത്താൻ തന്നെ ചെയ്യണം. അത് ബിസിനസ്സിൻ്റെ ആണെങ്കിലും എന്താണെങ്കിലും തന്നെയും. അതേപോലെ വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന സമയങ്ങളിലൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഒരു സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ. ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതൽ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഈ ആപത്തുകളൊക്കെ അങ്ങ് മാറിക്കിട്ടും. എങ്കിലും ശ്രദ്ധിക്കണം. നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ കടബാധ്യതകളിൽ നിന്നൊക്കെ നല്ല രീതിയിൽ മോചനം കാണുന്നുണ്ട്. അത് നമുക്ക് സന്താനങ്ങളുടെ വരുമാനത്തിലൊക്കെ നല്ല രീതിയിൽ വർധനവുണ്ടാവും. സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നെല്ലാം രക്ഷ നേടുന്നതാണ്. ബന്ധുജനങ്ങളുടെ അപ്രതീക്ഷിതമായ സാമ്പത്തിക സഹായങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. മറ്റുള്ളവരെ ഒന്നും അന്ധമായി വിശ്വസിക്കരുത്. നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ കലാരംഗത്തിലൊക്കെ നല്ല നേട്ടം കാണുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളെല്ലാം കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. അന്യദേശത്തു നിന്നൊക്കെ നല്ല ശുഭവാർത്തകളൊക്കെ കേൾക്കും. മേലുദ്യോഗസ്ഥൻ്റെ പ്രീതിയൊക്കെ നേടുന്നതാണ്. സർക്കാർ ജോലിയിലുള്ള ജീവിത പങ്കാളിയൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ അതേ കണക്ക് തന്നെ മുൻകോപങ്ങൾ, അത് ഇത്തിരി മുമ്പ് ഞാൻ പറഞ്ഞതാണ്, മുൻകോപങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കണം. അത് പല ദോഷങ്ങൾക്കൊക്കെ ഇടവരുത്തുന്ന ഒരു സമയമാണ് നവംബർ ഡിസംബർ മാസങ്ങളിൽ. ധനസ്ഥിതിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ മെച്ചപ്പെടും. പുണ്യസ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കുന്നതും ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹമൊക്കെ ഒന്ന് നേടിക്കേണ്ടുന്ന ഒരു സമയമാണ് ഈ പറയുന്ന നവംബർ ഡിസംബറിൽ. തീർച്ചയായിട്ടും ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയുവാനുള്ളത്. അപ്പോൾ വരാൻ പോകുന്ന ഈ 2025 എല്ലാ ഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.